അവര് എത്ര ആത്മാർത്ഥമായിട്ടാണ് ജോലി ചെയ്യുന്നത് എന്ന് കാണുമ്പോൾ നമുക്കൊക്കെ വലിയ പ്രയാസം ഉണ്ടാവും. അപ്പൊ അവർക്കൊരു ചെറിയ ആശ്വാസമായിട്ടാണ് ഇവിടെ നമുക്കൊരു ട്രാഫിക് ഹെഡ് പോസ്റ്റ് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. ഈ ഉദ്യോഗസ്ഥന്മാർക്ക് ഇങ്ങനെ സൗകര്യം ഉണ്ടാക്കി കൊടുത്ത അതിന്റെ ശുഭത്തടക്കമുള്ള അതിന്റെ ഭാരവാഹികളോട് നമ്മൾ നന്ദി പറയാണ്. നമസ്കാരം, ചാനൽ വാർത്തകളിലേക്ക് സ്വാഗതം. കേരളത്തിൽ വളരെ കുറഞ്ഞ സ്ഥലങ്ങളിൽ മാത്രമുള്ളതും മലബാർ മേഖലയിൽ തന്നെ ആദ്യത്തേതുമായ സോളാർ പവേർഡ് പോലീസ് എയ്ഡ് പോസ്റ്റ് മലപ്പുറം ജില്ലയിലും. പെരിന്തൽമണ്ണ കോഴിക്കോട് റോഡ് ബൈപ്പാസ് ജംഗ്ഷനിൽ പുതുതായി സ്ഥാപിച്ച ട്രാഫിക് സിഗ്നലിനോടനുബന്ധിച്ചുള്ള പോലീസ് കൺട്രോൾ എയ്ഡ് പോസ്റ്റ് ആണ് പുത്തൻ മാതൃകയിൽ നിർമ്മിച്ചിട്ടുള്ളത്. കേരളത്തിൽ വളരെ കുറഞ്ഞ ഇടങ്ങളിൽ മാത്രമുള്ളതും മലബാർ മേഖലയിൽ ആദ്യത്തേതുമായ സോളാർ പവേർഡ് പോലീസ് എയ്ഡ് പോസ്റ്റ് ആണ് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിൽ സ്ഥാപിച്ചിരിക്കുന്നത്. പെരിന്തൽമണ്ണ കോഴിക്കോട് റോഡ് ബൈപ്പാസ് ജംഗ്ഷനിൽ പുതുതായി സ്ഥാപിച്ച ട്രാഫിക് സിഗ്നലിനോട് അനുബന്ധിച്ചുള്ള പോലീസ് കൺട്രോൾ എയ്ഡ് പോസ്റ്റ് ആണ് പുത്തൻ മാതൃകയിൽ നിർമ്മിച്ചിട്ടുള്ളത്. പൂർണ്ണമായും സോളാർ എനർജി കൊണ്ട് മാത്രം പ്രവർത്തിക്കുന്ന കൂളിംഗ് വിൻഡോസ് അടക്കം നൂതന സംവിധാനത്തോടെയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. നജീബ് കാന്തപുരം MLA, പെരിന്തൽമണ്ണ നഗരസഭ വൈസ് ചെയർമാൻ MB ഫസൽ മുഹമ്മദ് എന്നിവർ ചേർന്ന് എയ്ഡ് പോസ്റ്റ് ഔദ്യോഗികമായി തുറന്ന് പ്രവർത്തിക്കുന്നതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വളരെ സന്തോഷമുള്ള കാര്യം, നമ്മുടെ ട്രാഫിക്കിൽ ജോലി ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ കാര്യം എപ്പോഴും ഞങ്ങളൊക്കെ വളരെ സങ്കടത്തോടു കൂടിയാണ് നോക്കാറുള്ളത്, സഹതാപത്തോടെയാണ് നോക്കാറുള്ളത്. കാരണം ഈ പൊരി വെയിലത്ത് അവര് എത്ര ആത്മാർത്ഥമായിട്ടാണ് ജോലി ചെയ്യുന്നത് എന്ന് കാണുമ്പോൾ നമുക്കൊക്കെ വലിയ പ്രയാസം ഉണ്ടാവും. അപ്പൊ അവർക്കൊരു ചെറിയ ആശ്വാസമായിട്ടാണ് ഇവിടെ നമുക്കൊരു ട്രാഫിക് ഹെഡ് പോസ്റ്റ് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. അത് സോളാർ സ്ഥാപിച്ചുകൊണ്ടാണ്, സോളാർ സംവിധാനത്തോടു കൂടി അതിന്റെ ഫാൻ ഫിറ്റ് ചെയ്തുകൊണ്ടാണ് അവർക്കൊരു കുറച്ചുകൂടി ഒരു സൗകര്യപ്രദമായി ഇരിക്കാൻ പറ്റുന്ന ഒരു സംവിധാനമായി ആയിട്ട് മാറുകയാണ്. ഇതിന് മുൻകൈ എടുത്ത സുഹൃത്ത് അടക്കമുള്ള സുഹൃത്തുക്കൾക്ക് പ്രത്യേകം നന്ദി പറയാണ്. കാരണം ഇത് ഇങ്ങനെ അദ്ദേഹം നേരത്തെ തന്നെ കുടിവെള്ള ഒരു സംവിധാനം നേരത്തെ ഏർപ്പെടുത്തിയ ഒരു മാതൃക ഉണ്ടാക്കി. ഇപ്പോ അതിന്റെ കുറച്ചുകൂടി ഒരു പടി കൂടി മുന്നോട്ട് വന്ന് നമുക്കൊരു സംവിധാനം ഉണ്ടാക്കിയിരിക്കുന്നു. ഏതായാലും നമ്മുടെ ഈ പെരിന്തൽമണ്ണയിലെ ട്രാഫിക് പോലീസിന് ഇതൊരു സഹായകരമാകട്ടെ. എല്ലാ ആശംസകളും. സോളാർ പവേർഡ് ആയിട്ടുള്ള ഒരു ക്യാബിനോട് ഉണ്ടാക്കി അതിന് ഫാനും എക്സോസ്റ്റൊക്കെ വെച്ചു കൊടുത്ത് ഈ ദുരിതം അനുഭവിക്കുന്ന പോലീസ് എയ്ഡ് പോസ്റ്റിൽ ഇരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് നമ്മളിങ്ങനെ കാറിൽ ഏസിട്ട് പോകുമ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ അവരൊരു പരിതാപകരമായ അവസ്ഥയിലാണ് അവർ നിൽക്കുന്നത്. കാരണം ഒന്നാമത് ടാറിന്റെ ഈ ചൂടിൽ നിന്നുകൊണ്ട് നിൽക്കുന്ന ഈ സമയത്ത്, ഡ്യൂട്ടി സമയത്ത് വലിയ പ്രയാസമാണ്. മുമ്പ് വെള്ളം കൊടുത്തിട്ടുണ്ട്, ഇവിടെ കുട കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും നമ്മളെ ഈ ഇപ്പോഴത്തെ ചൂടിനെ അതിജീവിക്കാൻ പോരാത്തതാണ്. പക്ഷെ ഇങ്ങനെ ഒരു ഫാൻ വെച്ചിരുന്നു കഴിഞ്ഞാൽ അത് ക്ലോസ് ചെയ്ത് ചെയ്യാൻ പറ്റിയാൽ ഭാവിയിൽ നമുക്കത് AC കൂടി ആക്കണം എന്നുള്ള അഭിപ്രായക്കാരാണ് ഞങ്ങൾ. കാരണം എന്താ വെച്ചാൽ നമ്മളിതൊന്നും ലക്ഷറി അല്ല. ഇപ്പോൾ നമ്മൾ പോകുന്ന ഓരോ കാറും നോക്കും, എല്ലാ കാറുകളും AC ഗ്ലാസ് ഇട്ടിട്ട് മാത്രമേ. പണ്ടത്തെ കാലത്തൊക്കെ വളരെ ലക്ഷറി, ഇപ്പോൾ അത് അങ്ങനെയല്ല. നമ്മുടെ ചൂട് കൂടി നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറഞ്ഞു, എല്ലാ കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഉദ്യോഗസ്ഥന്മാർക്ക് ഇങ്ങനെ സൗകര്യം ഉണ്ടാക്കി കൊടുത്ത അതിന്റെ ശുഭത്തടക്കമുള്ള അതിന്റെ ഭാരവാഹികളോട് നമ്മൾ നന്ദി പറയാണ്. ഇനിയും പെരിന്തൽമണ്ണയ്ക്ക് ഒരുപാട് മാറ്റം വരാണ്ട്, ആ മാറ്റം വരുന്നതിന് ഇവരൊക്കെ സഹായ സഹകരണങ്ങൾ ഉണ്ടാവണം. അത് ഞങ്ങളൊക്കെ പെരിന്തൽമണ്ണ ജനങ്ങളുടെ കാര്യങ്ങൾക്ക് ഇവിടുത്തെ സന്മനസ്സുകളുടെ ആളുകളുടെ പിന്തുണ ഉണ്ടാവണം എന്ന് മാത്രമാണ് പറയാനുള്ളത്. അസീസ് കൊളക്കാടൻ, ബീന അബൂബക്കർ, ഷുഹൂദ് അരിപ്ര, AJ റിയാസ്, ട്രാഫിക് SIമാരായ കബീർ, ജോർജ് കുര്യൻ, പോലീസ് ഉദ്യോഗസ്ഥർ, വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവരടക്കം നിരവധി പേരാണ് ചടങ്ങിൽ പങ്കെടുത്തത്. എന്തായാലും വളരെ നല്ലൊരു കാര്യമാണ്. നമ്മൾ ഇത്ര പെട്ടെന്ന് ഇത് ശരിയാവുമെന്ന് പ്രതീക്ഷിച്ചിട്ടില്ല. നമ്മുടെ കുറെ കാലത്ത് ആഗ്രഹമായിരുന്നു. ഇവിടെ സിഗ്നൽ ആദ്യം ഉണ്ടായിരുന്നില്ല, പിന്നെ സിഗ്നൽ സിസ്റ്റം വന്നു. അത് മാനുവലായിട്ട് പ്രവർത്തിക്കാനായിട്ട് എന്തായാലും ഒരു ക്യാബിന് അത്യാവശ്യമാണെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ സുബോധുബായിട്ട് ബന്ധപ്പെട്ട ആളും നമ്മളെ പോലീസായിട്ട് വളരെയധികം സഹകരിച്ചു പോകുന്ന ഒരു വ്യക്തിയാണ്. പോലീസിന്റെ കഷ്ടപ്പാട് ആൾക്ക് നമ്മളെക്കാൾ കൂടുതൽ ആൾക്കാരാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇതുപോലെ ഞങ്ങൾക്ക് മാസ്ക് തന്നു, പിന്നെ വാട്ടർ ബോട്ടിൽ, വെള്ളം സിസ്റ്റം ഒക്കെ ആള് അതുപോലെ തന്നിരുന്നു. എന്തായാലും അദ്ദേഹത്തിന് ദൈവാധീനം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പറയുന്നു. അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ അരിപ്രയിൽ താമസിക്കുന്ന മുൻ പ്രവാസി കൂടിയായ ഷുഹൂദ് അരിപ്രയാണ് സോളാർ പവേർഡ് പോലീസ് എയ്ഡ് പോസ്റ്റ് നിർമ്മിച്ചു നൽകിയത്.
തീർച്ചയായിട്ടും AC എന്നുള്ള കോൺസെപ്റ്റിനായിരുന്നു നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നത്. പക്ഷെ നമ്മളെ ഇലക്ട്രിസിറ്റിയുടെ പരിമിതി മൂലം SHO നിർബന്ധിച്ചത് കബീർ സാറും അത്തരത്തിലുള്ള ഒരു ഓഫർ തന്നെയാണ് ഞാൻ മുന്നോട്ട് വെച്ചത്. പക്ഷേ നമുക്ക് സ്വന്തമായിട്ട് ഇലക്ട്രിസിറ്റി ഉപയോഗിക്കാൻ പറ്റാത്തതുകൊണ്ട് ഈ സോളാർ പാനൽ ഒരു ലിമിറ്റ് ഉണ്ട്. അതിന് ഉപയോഗിക്കാവുന്ന ബാറ്ററി അത്രേ ഫാനേ ഇപ്പോൾ കഴിയുള്ളൂ. നമ്മൾക്ക് തീർച്ചയായിട്ടും ഇലക്ട്രിക്കൽ കണക്ഷൻ കിട്ടുകയാണെങ്കിൽ ഈ ഫാൻ ഒഴിവാക്കി പകരം 110 AC വെച്ച് കൊടുക്കാൻ ഞാൻ റെഡിയാണ്. പക്ഷെ അതിനുള്ള സംവിധാനം ഒരുക്കി സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇലക്ട്രിസിറ്റി ഭാഗത്തു നിന്നും ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് ഇവിടെ AC ആക്കി കൊടുക്കാനും കുറച്ചൊരു വിശ്രമ കേന്ദ്രം നിർമ്മിക്കാനും ഞാൻ റെഡിയാണ്. അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഒരിക്കലും ഒരാളുടെ വ്യക്തിയെ ബൂസ്റ്റ് ചെയ്യുന്ന തരത്തിലല്ല, മറ്റുള്ള ഒരു വിഷമത്തിൽ നമ്മളുടെ ഒരു കോൺട്രിബ്യൂഷൻ അത്രയേ ഉള്ളൂ ഞാൻ വിചാരിച്ചിട്ടുള്ളതിന് പിന്നിൽ. ഇതെന്റെ പരസ്യം അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടുന്ന് ഒരു വെച്ച പരസ്യം കൊണ്ട് എന്റെ ബിസിനസ്സിൽ അവതരിപ്പിക്കാനോ അതിനുള്ള സാധ്യത ഇല്ലാന്ന് എനിക്കറിയാം. ബിക്കോസ് ലോക്കൽ കസ്റ്റമേഴ്സ് അല്ല ഞങ്ങൾക്കുള്ളത്. ഇതിനെ പിന്നെ മറ്റൊരു ഉദ്ദേശം ഞാൻ നിങ്ങളുടെയൊക്കെ സഹായത്തോടു കൂടി എനിക്ക് വേണ്ടി വരും. അതിന്റെ ഒരു ഫസ്റ്റ് ചർച്ച മാതൃഭൂമി ചീഫ് എഡിറ്ററും റിപ്പോർട്ടേഴ്സും ചേർന്ന് കഴിഞ്ഞ പ്രാവശ്യം മലപ്പുറത്തുള്ള വുഡ് ബൈനിൽ വെച്ച് ഞങ്ങൾ ചേരുകയുണ്ടായി. അത് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഒരു ബാങ്കാണ്. നിങ്ങൾക്ക് നിക്ഷേപ ബാങ്ക് അല്ല, ഐഡിയാസ് ഡെപ്പോസിറ്റ്. നിങ്ങൾ ഐഡിയ ഷെയറിംഗ് ബാങ്ക് എന്നാണ് അതിന് പറയുന്നത്. പബ്ലിക്കിന് ഐഡിയ ഷെയർ ചെയ്യുക. അപ്പൊ വിദേശ രാജ്യങ്ങളിലൊക്കെ PB പറയും, പബ്ലിക് ബഡ്ജറ്റ് സിസ്റ്റം. ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിന് മുമ്പ് രജിസ്റ്റർ ആയിട്ടുള്ള എല്ലാ സ്ഥാപനങ്ങളിൽ നിന്നും അഭിപ്രായം സ്വരൂപിച്ച് അത് സർക്കാരിൽ കൊടുക്കുക. നമ്മളെ ഈ സുഹൂദ് എന്ന് പറഞ്ഞ വ്യക്തി പെരിന്തൽമണ്ണ വന്നിട്ട് 1 വർഷമാകുന്നുള്ളൂ. അതിന് മുമ്പ് കുറെ വർഷങ്ങൾക്ക് മുമ്പ് സുഹൂദ് എന്ന് പറഞ്ഞ ആൾ പെരിന്തൽമണ്ണ തന്നെ ആയിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം ഇവിടെ വന്ന് പലവിധ കാര്യങ്ങളും ജനങ്ങൾക്ക് വേണ്ടി ചെയ്തു. പൊതുജനങ്ങൾക്ക് വേണ്ടിയും ഉദ്യോഗസ്ഥന്മാർക്കും വേണ്ടിയിട്ട് പല പല കാര്യങ്ങൾ. ആദ്യമായിട്ട് പോലീസുള്ള ടോപ്പുകളെ അതുപോലെ തന്നെ അവർക്ക് വാട്ടർ, കുടിവെള്ളം എല്ലാം കൊടുത്തിരുന്നു. അതിനുശേഷം സ്ത്രീകൾക്കുള്ള സൗകര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ എറിക്ക ഹോട്ടലിൻ്റെ പരിസരത്ത് സൗകര്യം ചെയ്തിട്ടുണ്ട്. മൂന്നാമതാണ് ഈ ഒരു പ്രപ്പോസൽ. ഇതുവരെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ അദ്ദേഹം മുന്നോട്ട് വരുന്നൊരു വ്യക്തിയാണ്. എല്ലാവിധ ആശംസകളും ചെയ്യുന്നു. ഇത്തരം നിർമ്മിതികൾ സംസ്ഥാന വ്യാപകമാക്കുന്നതിനുള്ള ശ്രമത്തിലാണ് ഷുഹൂദ് അരിപ്ര. ചാനൽ 10 പെരിന്തൽമണ്ണ. ചാനൽ 10 പെരിന്തൽമണ്ണ. പെരിന്തൽമണ്ണ EMS മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിന്റെ 150 കോടി രൂപ ചിലവിൽ നിർമ്മിച്ച പുതിയ രജത ജൂബിലി കെട്ടിട സമുച്ചയം നാടിന് സമർപ്പിച്ചു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്ത ഈ അത്യാധുനിക സമുച്ചയം മികച്ച ചികിത്സാ സൗകര്യങ്ങളോടെ ഇപ്പോൾ ജനങ്ങൾക്കായി തുറന്നു പ്രവർത്തിക്കുന്നു. കൂടെയുണ്ട് കരുതലായി.